ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ജെലാറ്റിനോ ചൈന ഗ്രാസോ കോൺഫ്ലവറോ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കിയാലോ. ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിയാണ്. നമുക്ക് നല്ല പാർട്ടിയിലൊക്കെ വിളമ്പാം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പം കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷനല്ലേ, നമ്മുടെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കില്ലേ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന വൈറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ എന്താ ഇത്രയും ബ്രെഡ് ഇവിടെ എടുക്കുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഈ സൈഡ് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. എന്ന് വെച്ചിട്ട് ഇത് കളയൊന്നും വേണ്ട, നമുക്കൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് കളയുന്നില്ല, അതിങ്ങനെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഈ സൈഡൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡ് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡ് ഏകദേശം ഒരു 7-8 പീസായിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക. എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും മുറിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ്. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡിൻ്റെ പീസസ് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് നമ്മളിങ്ങനെ മൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എല്ലാം ഇങ്ങനെ നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തിരിച്ചിട്ട് എടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്നും മൊരിച്ചെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് എല്ലാം ഇവിടെ മൊരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. മുഴുവൻ ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പാലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പാൽ എടുക്കുന്നുണ്ട്, അത് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതാ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 സ്പൂൺ മിൽക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്റ്റാർഡ് പൗഡർ. ഇതൊരു 2 സ്പൂൺ നമ്മളിതാ ഇതിലേക്ക് പാലിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നിറയെ എടുക്കണം കേട്ടോ, 2 സ്പൂൺ നിറയെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ പാല് ബോയിലായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. നമ്മൾ കൈ എടുക്കാതെ ഇളക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം മധുരം വേണം, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മധുരത്തിന് ഒരു 1/4 കപ്പിന് മുകളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉള്ളത് കൊണ്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാലൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ബൗളും പിന്നെ ചെറിയ 3 ബൗൾസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡുകളുണ്ടല്ലോ, മൊരിച്ച ആ ബ്രെഡുകൾ ഇതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് നിരത്തി കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിരത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിൽക്കിൻ്റെ ഡ്രിങ്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഈ ബ്രെഡ് മുഴുവൻ കവറാകുന്ന രീതിയിൽ നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ചൂടോടുകൂടി തന്നെ ഒഴിക്കുക, എന്ന് വെച്ച് തിളച്ച ഉടനെ ഒഴിക്കേണ്ട, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചൂടുണ്ടെങ്കിൽ ഈ ബ്രെഡിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ചൂടോടുകൂടി തന്നെ ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് ഒഴിച്ചതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്താണ് കേട്ടോ ഇടുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇടാം. ഇതെല്ലാം നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, അല്ലാതെ
തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ദാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ബ്രെഡിൻ്റെ ചെറിയ ചെറിയ പീസസ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ടും കവർ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടല്ലോ, ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എന്താ ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു ബൗൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 ബൗളും ഇതേപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ചൂടോട് കൂടിയും വേണമെങ്കിലും കഴിക്കാം, ചിലർക്ക് ചൂടോട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പം ഞാനൊരു 2-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം എന്താ നമ്മുടെ ഇതെല്ലാം തണുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്താ ഇതിനിടയ്ക്ക് ഐദൂസ് 2 എണ്ണം കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ട്, ബാലൻസ് 2 എണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും കേട്ടോ. ഐദുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ, എടുത്ത് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ വെക്കേഷൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.